അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ ക്ലാസ്സിൽ വുളൂഇൻ്റെ ഷർത്തുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ? എത്ര ഷർത്തുണ്ട്? 5 ഷർത്തുകളെ കുറിച്ച് പറഞ്ഞു. അതിൻ്റെ വിഷയങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു? ചെറിയ രൂപത്തിലൊക്കെ വിശദീകരിച്ചു. ചളി, അതേപോലെ തന്നെ പൊടി, മറകൾ, വെള്ളത്തിലുള്ള തടസ്സങ്ങളൊക്കെ പറഞ്ഞു. അതിൽ 5ാമത്തെ വിഷയം പറഞ്ഞു. ഏത്? 5ാമത്തെ ഷർത്തായിരുന്നു മഅരിഫത്തു ദുഖൂലിൽ വഖ്തി ലി ദാഇമി ഹദസിൻ. നിത്യാശുദ്ധിക്കാർക്ക് സമയം പ്രവേശിച്ചു സമയമായിട്ടുണ്ട് എന്നറിയണമെന്ന് പറഞ്ഞു. ഇനി അടുത്ത ഒരു പാഠത്തിൽ പറയണത് എന്താണ് നിത്യശുദ്ധിക്ക്? നിത്യശുദ്ധി ഉണ്ടായ എന്ത് ചെയ്യണം? എങ്ങനെയൊക്കെയാണ് അവരുടെ നിസ്കാരവും രൂപങ്ങളും? ഇത് പ്രത്യേകം കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. പെൺകുട്ടികളായതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഏകദേശം സ്ത്രീകൾക്കൊക്കെ വരുന്നൊരു സംഗതിയാണ് ഈ ദായിമുൽ ഹദസ് എന്നുള്ള സംഗതി. അതായത് എങ്ങനെയൊക്കെ ദായിമുൽ ഹദസ് ഉണ്ടാകുക? മൂത്രവാർച്ച എന്ന് പറഞ്ഞു, അതേപോലെ തന്നെ ഇസ്തിഹാദത്തുൽ എന്ന് പറഞ്ഞു. ഈ 2 സംഗതിയാണ് നിത്യശുദ്ധി. ഇസ്തിഹാദത്ത് എന്നുള്ളത് സ്ത്രീകളുടെ പ്രത്യേകതയാണ്. ഹൈലും, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഹൈലും നിഫാസുമല്ലാത്ത സമയത്ത് സ്ത്രീകളിൽ നിന്ന് വരുന്ന ഒരു രക്തം, എൻ്റെ വിശദമായ ഇൻഷാ അല്ലാഹ് പാഠത്തിൽ പിന്നീട് പറയും. ആ രക്തത്തിനാണ് ഇസ്തിഹാദത്ത് എന്ന് പറയാം. അപ്പോൾ ഈ ഇസ്തിഹാദത്തുള്ള സ്ത്രീ ഏകദേശം സ്ത്രീകൾക്കൊക്കെ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇസ്തിഹാദത്ത്. ആ സമയത്ത് നിസ്കാരം എന്തായിരിക്കണം? നിർവഹിക്കണം. അതിന് ചില ഇസ്തിഹാദത്തിന് ഇന്ന വയസ്സും മറിച്ചൊന്നുമില്ല, ഏത് സമയത്തും ഉണ്ടായിരിക്കാം. അതായത് ഇസ്തിഹാദത്താണ് എങ്ങനെ അറിയുക എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ? അക്സറുൽ ഹൈദിനേക്കാൾ അധികരിച്ച് രക്തം വരുന്നതാണ് ഇസ്തിഹാദത്ത്. അപ്പോൾ ആ വിഷയങ്ങളൊക്കെ എന്ത് ചെയ്യണം? മദ്രസയിൽ പഠിച്ചതിനപ്പുറം പുസ്തകങ്ങളിൽ നിന്നോ ക്ലാസ്സുകളിൽ നിന്നൊക്കെ എന്ത് ചെയ്യും? ചോദിച്ച് മനസ്സിലാക്കി പഠിക്കേണ്ട ഒരു വിഷയമാണ് ഇസ്തിഹാദത്തിൻ്റെ വിഷയം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ദായിമുൽ ഹദസിനെ കുറിച്ച് പറയണം. ശരിക്കും ശ്രദ്ധിക്കണം, ശരിക്കും മനസ്സിലാക്കണം. എല്ലാ പെൺകുട്ടികളും മനസ്സിലാക്കണം. ഇത് ജീവിതത്തിൻ്റെ അവസാനത്തിൽ വരെ നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ ആരാധനകൾ, നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകാര്യമാകണമെങ്കിൽ ഈ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവണമെന്നുള്ള സംഗതി. അതുകൊണ്ട് അതെങ്ങനെയാണ് ശുദ്ധിയാവുക? എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കുക? ഇങ്ങനെയുള്ള ആളുകൾക്ക് ശരിക്കും ശ്രദ്ധിച്ചോളി. ലാ യതവല്ലഉ, വുളൂ ചെയ്യാൻ പാടില്ല. ആര്? ദായിമുൽ ഹദസി, നിത്യശുദ്ധിക്കാരൻ. ഫർദിന് വേണ്ടിയിട്ട് നിത്യശുദ്ധിക്കാരൻ വുളൂ എടുക്കാൻ പാടില്ല. ഔ നഫിലിൻ മുവഖ്ഖത്തിൻ, അതേപോലെ തന്നെ സമയം നിശ്ചയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരം, സമയബന്ധിതമായ സുന്നത്ത് നിസ്കാരം, ഫർദ് നിസ്കാരം, ഇതിനൊക്കെ നിത്യശുദ്ധിക്കാരൻ വുളൂ എടുക്കരുത്. എപ്പോ? ഇല്ലാ ബഅദ ദുഖൂലി വഖ്തിഹി, അവന് ആ നിസ്കാരത്തിൻ്റെ സമയം പ്രവേശിച്ചതിന് ശേഷമല്ലാതെ. പറഞ്ഞാൽ മനസ്സിലായോ? വിഷയം മനസ്സിലായോ? അതായത് ഒരു നിത്യശുദ്ധി, ഇസ്തിഹാദത്തുള്ളൊരു സ്ത്രീയാണ്, ഒരു കുട്ടിയാണ്, പെൺകുട്ടി. അവൾക്ക് ഇസ്തിഹാദത്തുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇസ്തിഹാദത്തുള്ള ഒരു സ്ത്രീ എന്ത് ചെയ്യണം? അവൾ വുളൂ എടുക്കുക. അവൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വുളൂ എടുത്തു. എപ്പോൾ? മഗ്രിബിന് മഗ്രിബ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വുളൂ ഉണ്ടാക്കിയ എപ്പോഴാണ് ഉണ്ടാക്കിയത്? മഗ്രിബിൻ്റെ കുറച്ച് മുമ്പ്, അസർ കഴിഞ്ഞ് മഗ്രിബിൻ്റെ വാങ്ക് കൊടുക്കുന്നതിന് കുറച്ച് മുമ്പ് എന്ത് ചെയ്തു? വുളൂ എടുത്ത് കയറി. എന്നിട്ട് എന്ത് ചെയ്തു? പിന്നെ റൂമിലൊക്കെ എത്തിയപ്പോഴേക്കും വാങ്ക് കൊടുത്തു. അങ്ങനെ വുളൂ എടുക്കാൻ പറ്റൂല. അതായത് എന്ത് ചെയ്യണം? ഇങ്ങനെ നിത്യശുദ്ധിക്കാരിയായ സ്ത്രീയാണോ, ഇസ്തിഹാദത്തുള്ള സ്ത്രീയാണോ, ഇങ്ങനെ മൂത്രവാർച്ചുള്ള ആളാണോ, ഇങ്ങനത്തെ ആൾ നിത്യശുദ്ധിക്കാരന് എന്തായിരിക്കണം? വുളൂ എപ്പോൾ എടുക്കണം? ആ നിസ്കാരത്തിൻ്റെ സമയം പ്രവേശിച്ചതിന് ശേഷം. അതായത് 6:32 വാങ്ങെങ്കിൽ ആ 32 കഴിഞ്ഞിട്ട്, സമയം കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ വാങ്ക് കൊടുക്കുക എന്നുള്ളൊരു അടയാളമാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ വാങ്ക് കൊടുത്തതിന് ശേഷം വുളൂ ഉണ്ടാക്കാൻ പാടുള്ളവർ. നേരത്തെ വുളൂ ഉണ്ടാക്കി വെക്കാൻ പാടില്ല എന്ന്. വിഷയം മനസ്സിലായില്ലേ? വലാ യുസല്ലി, നിസ്കരിക്കാൻ പാടില്ല. ബി വുളൂഇൻ,
ഒരു വുളു കൊണ്ട് ഇല്ലാ ഫർദൻ വാഹിദ, ഒരു ഫർദല്ലാതെ. അപ്പോൾ ആ പിന്നെ മഗ്‌രിബിനുണ്ടാക്കി വുളു, അങ്ങനെ മഗ്‌രിബ് നിസ്കരിച്ചു. ഏത് നിത്യശുദ്ധിക്കാരനായ ഒരാൾ കേട്ടോ, അല്ലെങ്കിൽ നിത്യശുദ്ധിക്കാരി മഗ്‌രിബ് നിസ്കരിച്ചിട്ട് ആ നിസ്കാര കുപ്പായത്തിൽ അവിടെ തന്നെ ഇരുന്നിട്ട് എന്ത് ചെയ്തു, ഉള്ള ഖുർആൻ ഓതി, ബൈത്തും മാലപ്പാട്ടും മൗലിദും ഹദ്ദാദും ആദ്യമൊക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും ഇശാവാൻ കൊടുത്തു. എന്നാൽ നിസ്കരിക്കുക, അല്ലാഹു അക്ബർ, നിസ്കരിച്ചു. ഇങ്ങനെ നിസ്കരിക്കാൻ പറ്റൂല. പിന്നെന്തുവാണ് അവിടെ എങ്ങനെ നിസ്കരിക്കേണ്ടത്? അവിടെ നിസ്കരിക്കേണ്ടത് ഒരു ഫറദിന് മഗ്‌രിബ് നിസ്കരിച്ചു, അപ്പോൾ ഒരു ഫറദ് കഴിഞ്ഞു. ഇനി അടുത്തൊരു ഫറദ് ഇശാ നിസ്കരിക്കണമെങ്കിൽ എന്തായിരിക്കണം? വേറെ വുളു വേണം. ഓക്കെ. വയുസല്ലി മിനൻ നവാഫിലി മാഷാ, സുന്നത്തുകൾ അവനക്ക് എന്ത് ചെയ്യുക? ഇഷ്ടമുള്ള അത്ര നിസ്കരിക്കുക, എത്ര ആയാലും കുഴപ്പമില്ല. അവൻ്റെ ഉദ്ദേശത്തിനനുസരിച്ച് അവനക്ക് എത്ര സുന്നത്ത് നിസ്കരിച്ചണോ അത്ര നിസ്കരിച്ചു. ഫറളാണോ ആ നിത്യശുദ്ധിക്കാരായ ഒരാൾ ഫറള് ഒന്നേ പറ്റത്തുള്ളൂ. വയജിബു അലൈഹി, ആ നിത്യശുദ്ധിക്കാരൻ്റെ മേൽ നിർബന്ധമാണ് ഓസ്ലുൽ ഫർജ് കഴുകുക എന്നുള്ളത്, അവരുടെ ഫർജ് കഴുകുക. വ ഇബ്ദാലുൽ ഖുത്നത്തി, പിന്നെന്ത് ചെയ്യണം? അവിടെ പഞ്ഞ് എന്ത് ചെയ്യണം? നറക്കണം. അല്ലത്തി ബിഫമിഹി, അതിൻ്റെ വായയിൽ, അതായത് ഫർജിൻ്റെ ദ്വാരത്തിൻ്റെ മുൻഭാഗത്ത് എന്തായിരിക്കണം? പഞ്ഞ് നറക്കണം. വ തജീദുൽ ഐസ്വാബത്തി, എന്നിട്ട് എന്ത് ചെയ്യണം? അത് ആ പഞ്ഞിനെ എങ്ങനെയാണ് എന്ത് ചെയ്യണം? അവിടെ ബന്ദ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ കെട്ടുക എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ലിക്കുല്ലി ഫർദിൻ, എല്ലാ ഫർദിനും ഇങ്ങനെ തന്നെ ചെയ്യണം. ഓരോ ഫർദ് കഴിഞ്ഞാൽ അടുത്തൊരു ഫർദിന് വേണ്ടിയിട്ട് എന്തായിരിക്കണം? ഇതേപോലെ തന്നെ ഓരോ ഫർജ് കഴുകി അവിടെ എന്തായിരിക്കണം? പഞ്ഞ് നിറക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? അവിടെ ബന്ധസ്ഥമാക്കി എന്ന രൂപത്തിൽ എന്ത് ചെയ്യണം? കെട്ടിവെക്കണം കേട്ടോ. എന്നിട്ടോ വൽ മുബാദറത്തു ബിസ്വലാത്തി, എന്നിട്ടോ വേഗത്തിൽ നിസ്കരിക്കണം. അതൊക്കെയാണ് ചെയ്തിട്ട് എന്ത് ചെയ്തു? ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണ് മൊബൈൽമ കളിച്ചിരുന്നു, വാട്സപ്പിൽ ഒരാൾ ഇത് കേട്ടു, അപ്പോൾ ഇതിന് അടുത്ത ആൾ വാട്സപ്പിൽ വന്നു. അപ്പോൾ പെറ്റത്ത് ഗ്രൂപ്പൊക്കെ അപ്പോൾ അതിൽ നല്ലൊരു ലിങ്ക് ഉണ്ട്, അപ്പോൾ അത് തുറന്നു. അപ്പോൾ ഇതിൻ്റെ വേറെ എന്തൊക്കെ പരിപാടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് സമയം പാട് വയ്ക്കണം, അത് പറ്റൂല. എന്തായിരിക്കണം? ഇതൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യണം? വേഗത്തിൽ നിസ്കരിക്കണം. ഫലാ യുഅഖിറുഹാ ഇല്ലാ ലിമസ്ലഹത്തിഹാ, ഫലാ യുഅഖിറുഹാ, ഇങ്ങനൊക്കെ ചെയ്തിട്ട് പിന്തിക്കാൻ പാടില്ല. ഇല്ലാലി മസ്ലഹത്തിഹ, ചില നന്മകൾക്ക് വേണ്ടി അല്ലാതെ, ചില എന്തെങ്കിലും പ്രത്യേകപരമായ എന്തെങ്കിലും നന്മകളുണ്ട്. ഇതുപോലെ ഇംതിളാരി ജമാഅത്തിനെ പ്രതീക്ഷിക്കും പോലെ വീട്ടിൽ ജമാഅത്തിന് വേണ്ടി നമ്മൾ ഒന്നുണ്ടാക്കി ഈ സംഗതികളൊക്കെ ചെയ്തു വന്നു. അപ്പോൾ ജമാഅത്ത് നിസ്കരിക്കുന്നുണ്ട്, വാപ്പ ഇമാമ നിസ്കരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക? അല്ലെങ്കിൽ ആങ്ങളെ ഇമാമ നിസ്കരിക്കുന്നുണ്ട് അവിടെ, അല്ലെങ്കിൽ ഉമ്മാൻ്റെ ജമാഅത്തിന് വേണ്ടി കാത്തിക്കുകയാണ്. അപ്പോൾ ഉമ്മ ഒതുണ്ടാക്കി വരുന്നുള്ളൂ. ഉമ്മ അടുക്കളയിൽ എന്തൊക്കെ ചോറ് ഊറ്റി കയ്യാനിക്കണം, അപ്പം എത്തും. അപ്പം ഉമ്മാനെ കാത്തിക്കുകയാണ്. അപ്പോൾ ആ ഒരു ചെറിയൊരു കാത്തിരിക്കലുണ്ടല്ലോ, പ്രതീക്ഷിക്കൽ. അല്ലാതെ നേരത്തെ കാലത്ത് ഒരുങ്ങി തയ്യാറായി പുതിയണ്ണായിട്ട് അല്ലെങ്കിൽ പുതിയപ്പള ഇങ്ങനെ ഇരിക്കുക, എന്നിട്ട് ഇങ്ങനെ കുറേ കഴിഞ്ഞിട്ട് ഒരു വരിക, അങ്ങനല്ല. ഇപ്പോൾ ജമാഅത്ത് ഇപ്പോൾ നടക്കും, കുറഞ്ഞ സമയമുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി പ്രതീക്ഷിക്കുക, അത് കുഴപ്പമില്ല. അതേപോലെ തന്നെ ജുമഅക്ക് വേണ്ടി പ്രതീക്ഷിക്കുക. വെള്ളിയാഴ്ച പള്ളിയിൽ പോയാൽ ഫസ്റ്റ് തന്നെ പള്ളികൾ കയറി ഉടനെ തന്നെ അല്ലാഹു അക്ബറാണ് ജുമ സ്കേച്ചിലല്ലോ. അവിടെ എന്ത് ചെയ്യും? അവിടെ പോയി നിൽക്കുമ്പോൾ ഖുത്ബ ഉണ്ടാവും. ആ ഖുത്ബ കഴിഞ്ഞിട്ട് നിസ്കാരം. അപ്പോൾ ആ ജുമഅക്ക് വേണ്ടിയുള്ള പ്രതീക്ഷിക്കുക. ഔ ദഹാബിൻ ഇലാ മസ്ജിദിൻ, അല്ലെങ്കിലോ പള്ളിയിലേക്ക് പോകുകയാണ്, പള്ളിയിലേക്ക് പോകുന്ന ഒരു സമയമുണ്ടല്ലോ, ആ പോകുന്ന സമയം, ആ ഒരു സമയവും എന്തില്ല, ഇതൊക്കെ ചില നന്മകൾക്ക് വേണ്ടി, ചില മസ്ലഹത്തുകൾക്ക് വേണ്ടി, നന്മകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഇതിനൊന്നും കുഴപ്പമില്ല. വയജിബു അലൈഹി വുളൂഅനിൽ ജുമഅത്തി ഇൻ കാന ഖതീബൻ, വയജിബു അലൈഹി വുളൂഅനി, 2 വുളൂ നിർബന്ധമാണ്. ലിൽ ജുമഅത്തി, ജുമഅക്ക്, ആർക്ക്? ഇൻ കാന ഖതീബൻ, ഖതീബാണെങ്കിൽ അയാൾക്ക് എന്ത് വേണം? 2 ജുമ വേണം. ജുമയിൽ 2 വുളൂ നിർബന്ധമാണ്. വുളൂഇൽ ആർക്ക്? ഈ ദായിമുൽ ഹദസിന് കേട്ടോ, അല്ലാതെ എല്ലാവർക്കും 2 ജുമ എന്നല്ല, 2 വുളൂ എന്നല്ല. ദായിമുൽ ഹദസാണ് ഇവിടുത്തെ നമ്മളെ വിഷയം. അപ്പോൾ ദായിമുൽ ഹദസിന് എന്തായിരിക്കണം? 2 വുളൂ വേണം. വുളൂഇൽ ഖുതുബത്തൈനി, ഒരു വുളൂ ഏതാണ്? 2 ഖുതുബക്ക് വേണ്ടിയിട്ടുള്ള വുളൂ. വുളൂ ബഅദഹുമാ ലിസ്സലാത്തി, മറ്റൊരു വുളൂ ഏതാണ്? 2 ഖുതുബക്ക് ശേഷമുള്ള
നിസ്കാരത്തിന് വേണ്ടിയിട്ട് ഒരു വുളുവും. ഇങ്ങനെ 2 വുളു ആണ് ഇവിടെ വേണ്ടത്. ഓക്കെ, ഇൻഷാ അല്ലാഹ് വിഷയങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, അർത്ഥം വെച്ച് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ അർത്ഥം വെച്ച് നോക്കുക. കിട്ടാത്തതിലുള്ള സംശയം, മസലകളിലുള്ള സംശയം ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വിളിക്കുക, പിന്നെ ചോദിക്കുക, പാഠം എഴുതി വെക്കുക, അയച്ചു തരിക. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. നമ്മൾ ഇൽമിലൊക്കെ അള്ളാഹു വലിയ ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും റഹ്മത്തും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് നമ്മളെ കഴിഞ്ഞ വർഷം +2 പഠിച്ചിരുന്നൊരു കുട്ടിൻ്റെ വാപ്പ മരണപ്പെട്ടു എന്ന് നമ്മൾ അറിഞ്ഞല്ലോ. പാങ്ങിലെ +2 മുർഷിദാറിൻ്റെ കുട്ടീൻ്റെ വാപ്പേന്. അള്ളാഹു അപ്പാക്ക് സ്വർഗം കൊടുക്കട്ടെ. ജീവിതത്തിൽ ചെയ്ത ഹസനാത്തുകൾക്കൊക്കെ അള്ളാഹു വലിയ ഇരട്ടി പ്രതിഫലം നൽകട്ടെ. ആ മക്കൾക്ക് അള്ളാഹു വലിയ ക്ഷമയും ഹൈറും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. മക്കൾ ക്ഷമിച്ചതിൻ്റെ ഫലമായി ഉപ്പാക്ക് അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്നൊക്കെ മരണപ്പെട്ടവരൊക്കെ ഖബർ അള്ളാഹു സ്വർഗാക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.